അടിമുടി മാറുകയാണ് ഇന്ത്യൻ റെയിൽവേ. അത്തരത്തിലൊരു പുതിയ മാറ്റത്തിനാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. റെയിൽവേ പാളങ്ങൾക്കിടയിൽ സോളാർ പാനലുകൾ ഘടിപ്പിച്ച് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് റെയിൽവേ. വാരണസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് തങ്ങളുടെ വർക്ക്ഷോപ്പ് ലൈനിലാണ് ഈ പരീക്ഷണം നടത്തി വിജയിച്ചത്. 70 മീറ്റർ നീളത്തിൽ 28 പാനലുകളാണ് സ്ഥാപിച്ചത്. ഈ പാനൽ വഴി 15 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. ഹരിത ഊർജ്ജ നവീകരണത്തിൽ റെയിൽവേയുടെ നാഴികക്കല്ലാണിത്. ഇന്ത്യയിൽ 2249 റെയിൽവേ സ്റ്റേഷനുകളിൽ സൗരോർജ്ജത്തിൽ നിന്ന് ഇപ്പോൾ 309 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രാജസ്ഥാനിലാണ് കൂടുതൽ സോളാർ പ്ലാന്റ് ഉള്ളത്, 275. കേരളത്തിൽ 13 റെയിൽവേയുടെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി 2030 20 ഗിഗാവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും റെയിൽവേ ലക്ഷ്യമിടുന്നു. ഇതിന്റെ വേറിട്ടൊരു മാതൃകയാണ് പാളത്തിൽ നിന്നുള്ള സോളാർ വൈദ്യുത പദ്ധതി. തീവണ്ടി ഗതാഗതത്തിന് തടസ്സമാകാതെയാണ് പാളങ്ങൾക്കിടയിൽ പാനലുകൾ സ്ഥാപിച്ചത്. ഈട് നിൽക്കുന്നതും കാര്യക്ഷമത ഉറപ്പു നൽകുന്നതുമാണ് ഇവ. അറ്റകുറ്റപ്പണിക്കായും കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ചും ഇവ മാറ്റിവെക്കാം. ഈ പൈലറ്റ് പദ്ധതി എല്ലാ സോണുകളിലേക്കും റെയിൽവേ വ്യാപിപ്പിക്കും. കേന്ദ്ര നവ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം റെയിൽവേ സ്റ്റേഷനുകളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 125 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റിലൂടെ 120 കിലോവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം 450 യൂണിറ്റ് ലഭിക്കും. സ്റ്റേഷൻ ഉപയോഗിക്കുന്ന യൂണിറ്റിന്റെ 1/3 വരും ഇത്. സ്റ്റേഷൻ മേൽക്കൂരയിൽ 284 സോളാർ പാനലുകളാണുള്ളത്. 70 മീറ്റർ ട്രാക്കിൽ 28 സോളാർ പാനലുകൾ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റിലൂടെയാണ് ഇന്ത്യൻ റെയിൽവേ ഈ ചരിത്ര നേട്ടത്തെക്കുറിച്ച് അറിയിച്ചത്. വാരണസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് റെയിൽവേ ട്രാക്കിലെ ട്രാക്കുകൾക്കിടയിൽ ഇന്ത്യയിൽ ആദ്യത്തെ 70 മീറ്റർ നീളമുള്ള നീക്കം ചെയ്യാവുന്ന സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിച്ചതായി പോസ്റ്റിൽ വിവരം നൽകിയിട്ടുണ്ട്. 15 കിലോവാട്ട് പീക്ക് ശേഷിയുള്ള 28 സോളാർ പാനലുകൾ ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഈ നീക്കത്തെ ഹരിതവും സുസ്ഥിരവുമായ റെയിൽ ഗതാഗതത്തിലേക്കുള്ള ഒരു നാഴികക്കല്ലായി റെയിൽവേ മന്ത്രാലയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ റെയിൽവേയുടെ ഈ സംരംഭം വൈദ്യുതി ലാഭിക്കുകയും ഊർജ്ജ ചെലവ് കുറയ്ക്കുകയും മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകരമാകുമെന്നും തെളിയിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സോളാർ പാനലുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാനും വീണ്ടും സ്ഥാപിക്കാനും കഴിയും എന്നതാണ്. വാസ്തവത്തിൽ റെയിൽവേ ട്രാക്കിൽ പലപ്പോഴും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നീക്കം ചെയ്യാവുന്ന സോളാർ പാനലുകൾ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് എളുപ്പത്തിൽ പുറത്തെടുക്കാനും ജോലി കഴിഞ്ഞാൽ ട്രാക്കിൽ തിരികെ വെക്കാനും കഴിയും. ട്രാക്കിൽ സോളാർ പാനൽ സംവിധാനം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് റെയിൽവേ മന്ത്രാലയം പങ്കിട്ട വിവരങ്ങളോടൊപ്പം അതിന്റെ നിരവധി ചിത്രങ്ങളും പങ്കിട്ടിട്ടുണ്ട്. അതിൽ ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് റെയിൽവേ ട്രാക്കുകൾക്കിടയിലുള്ള കല്ലുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചതായി കാണാൻ കഴിയും. മറ്റൊരു ചിത്രത്തിൽ ഒരു ട്രെയിൻ എഞ്ചിൻ അവയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്നതും കാണാം. റെയിൽവേയുടെ ഈ നടപടി തീർച്ചയായും മറ്റു മേഖലകളെ പച്ചയും വൃത്തിയുള്ളതുമായ ഊർജ്ജത്തിലേക്ക് നീങ്ങാൻ പ്രചോദനം നൽകുന്നു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം 960 കോടി രൂപയുടെ വൻതോതിലുള്ള പുനർവികസനം പ്രയാഗ്രാജ് സ്റ്റേഷനിൽ നടന്നുവരുന്നതിനിടെയാണ് പല പ്രഖ്യാപനങ്ങളും വരുന്നത്. അതിനിടെ ലഗേജിന്റെ പരിധി കർശനമാക്കുമെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ലോകോത്തര സൗകര്യമുള്ള ഒരു ആധുനിക റെയിൽ ഹബ്ബാക്കി സ്റ്റേഷനെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശാലമായ വെയിറ്റിംഗ് ലോഞ്ച്, അതിവേഗ വൈഫൈ, സൗരോർജ്ജ ഓട്ടോമാറ്റഡ് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.